വേടൻ ജാതിസ്പർദ്ധ വർദ്ധിപ്പിക്കുന്നുണ്ടോ? വേടനെ അനുകൂലിക്കുന്നവർ പറയുന്നു വേടൻ ജാതിസ്പർദ്ധ വർദ്ധിപ്പിക്കുന്നില്ല, എല്ലാവരെയും സമനിലയിൽ കാണുന്നു എന്ന്. എന്നാൽ വേടന്റെ പ്രോഗ്രാംസിന്റെ താഴെ വരുന്ന കമന്റുകളിൽ നമുക്ക് വളരെ അടിയാണ് കാണുന്നത്. ഒന്നുകിൽ ഹിന്ദുക്കളുടെ രണ്ട് ജാതികൾ, ഹിന്ദുക്കളുടെ തന്നെ ഉയർന്ന ജാതി എന്ന് പറയപ്പെടുന്നതും താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്നതുമായ രണ്ട് ജാതികൾ തമ്മിൽ, അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിങ്ങൾ തമ്മിലുള്ള അടിയാണ് ഫുൾ പ്രോഗ്രാമിന്റെ അടിയിലും കാണുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇതിൽ വേടൻ ശ്രീരാമനെ അറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ താഴെ വന്ന കമൻറ്റുകളാണ് നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. രാമനെ അറിയില്ല, ഇതിലും വലിയ രാഷ്ട്രീയ നിലപാടില്ല, ബിഗ് സല്യൂട്ട് വേടൻ, ജയ് ഭീം. ഇതാണ് കൊടുത്തിരിക്കുന്നത് ഒരു കമൻറ്റ്. അപ്പോൾ രാമൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മറുപടികൾ നോക്കുക. അതെന്താ, രാമൻ വല്ല തീവ്രവാദിയുമായിരുന്നോ? ലഷ്കർ എ തോയിബ അറിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ? അടുത്തത്, രാമൻ്റെ പേരും പറഞ്ഞ് പാവങ്ങളെ തല്ലിക്കൊല്ലുന്ന ആൾക്കാരുണ്ടാകുമ്പോൾ അറിയാത്തത് ആണ് ഭാഗ്യം. ഇപ്പം തന്നെ വരുന്നുണ്ട്. എന്ത്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അടി സ്റ്റാർട്ട് ചെയ്യുന്ന വെറും ഒരു കമൻറ്റിൻ്റെ മറുപടിയാണ് കേട്ടോ ഈ കേൾക്കുന്നത്. പോക്സോ നബീനെ എനിക്കും അറിയില്ല. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം എല്ലാവരെയും ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുമ്പോൾ. ജയ് ശ്രീറാം അതിൻ്റെ താഴെ ഈ ഇൻ്റർവ്യൂവിൽ എവിടെയാണ് അത് പറയുന്നത്, അത് പറയാമോ? അതായത് രാമൻ്റെ പേര് പറഞ്ഞ് എവിടെ ആര് കൊല്ലുന്നു? ന്യൂസ് ലിങ്ക് ഇടൂ. ഇല്ലേൽ എവിടെയാണ് കൊല നടക്കുന്നത് എന്ന് പറയൂ. അത് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് പഹൽഗാമിൽ കൊന്ന കാര്യം പറയുകയാണ്. നബിയുടെ പേര് പറഞ്ഞിട്ടാണ് കൊല്ലുന്നതെന്നാണ് അതിൽ പറയുന്നത്. അള്ളാഹുവിൻ്റെ പേരും പറഞ്ഞ് പാവങ്ങളെ കൊല്ലുന്നത് കുഴപ്പം ഇല്ലായിരിക്കും. അതാണ് അടുത്ത കമൻറ്റ്. അതിൻ്റെ അടുത്ത മറുപടി വരുന്നത്, വേടൻ രാമനെ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ നേരെ മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് കയറി സ്വയം നിവൃത്തി അടങ്ങുന്ന സ്നഗ്ഗി. ഹിന്ദുവായി ജനിച്ചു ഹിന്ദുവായി മരിക്കും, പക്ഷേ ജയ് ശ്രീറാം എന്നല്ല വേറൊരു വേടാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞതിൻ്റെ മറുപടിയാണ് അങ്ങോട്ട് പറഞ്ഞത്. കൊല്ലുന്ന കാര്യം ഇവിടെ പറഞ്ഞത് ആരാണ്? പിന്നെ വേടൻ രാമനെ അറിയില്ല എന്ന് പറഞ്ഞതിൽ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമല്ല. അപ്പം ഏതായാലും ഞാൻ പോക്സോ നബീൻ്റെ പുസ്തകം വായിച്ചിട്ടില്ല. പോക്സോ രാമനെ നമുക്കും അറിയില്ല. തൻ്റെ ഋഷിഗുരുക്കന്മാരുടെ ശാസനയ്ക്ക് അനുസരിച്ച് മതിയായ കാരണമൊന്നും ഇല്ലാതെ തന്നെ ശൂദ്രയായ ശംഭുകനെ അരുകൊല ചെയ്ത താടക എന്ന ദ്രാവിഡ സ്ത്രീയെ ചുമ്മാ പോയി ഇല്ലാതാക്കിയ രാമനെ തീവ്രവാദിയായിട്ട് കരുതുന്നതിൽ കുഴപ്പമില്ല എന്നാണ് അതിൽ പറയുന്നത്. ജയ് ഭീം. രാവണൻ്റെ നാട്ടിൽ ജനിച്ചത് കൊണ്ടാണോ? അടുത്ത കമൻറ്റ്, അടിമകളെ അടക്കം ഭോഗിച്ച് നടന്ന മാനവരിൽ നബിയെ അറിയുമോ? വളരെ മോശമായിട്ട് നബിയെയും പിന്നെ മുസ്ലിങ്ങൾ വളരെ മോശമായിട്ട് ശ്രീരാമനെയും പറയുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അടക്കം കൊള്ളയടിച്ച് അവരുടെ ഭാര്യമാരെ വരെ പറഞ്ഞപ്പോൾ ഒരാളും നബീനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതാണ്. മുഹമ്മദ് നബിക്കെതിരെ ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അത്രയും നല്ല ആളാണ്. ലോകം കണ്ട ഒരേ ഒരു ഡിവൈൻ റൂളറാണ്. മുഹമ്മദ് നബിയെ പോലെ ലോകത്ത് ഓരോ നിമിഷവും അനുകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു ചരിത്ര പുരുഷനും ഇല്ല. മുഹമ്മദ് നബിയെ പോലെ എല്ലാം തികഞ്ഞ ഒരു നേതാവ് ഭൂലോക ചരിത്രത്തിൽ വരില്ല. ഓരോ ചരിത്രകാരന്മാർ പറഞ്ഞ കാര്യങ്ങൾ എടുത്തു പറയാണ്. മുഹമ്മദ് നബി സകല മേഖലകളിലും വിളങ്ങിയ പരിപൂർണനായ ഒരു ആളാണെന്ന്, മുഹമ്മദ് നബി ലോകം മാറ്റിമറിച്ച ഒരു ആളാണ്. മുഹമ്മദ് നബിയേക്കാൾ വേറെ ആരും നല്ലതില്ല എന്ന് പറയുന്നുണ്ട്. മുഹമ്മദ് നബി സകലാർത്ഥത്തിലും മറ്റാരേക്കാളും നല്ലതാണ്. മുഴുവൻ ഇതിൽ മുഹമ്മദ് നബിയെ പറ്റി പല ചരിത്രകാരന്മാരും പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അടുത്തത് പറയുന്നത്, എന്തോ നാടേത്, ഇതൊക്കെ വായിച്ച് മെനക്കെടാൻ സുഡാപ്പികൾ പോലും വരൂല്ല. വേടൻ അയാൾ പറയുന്നത് സത്യമാണ്. സ്വന്തം ഭാര്യയെ ചതിക്കുന്നവരാണ് വേടനെ കുറ്റം പറയുന്നത്. അത് 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. പിന്നെ ആരുടെ നബി, എന്ത് നബി? ചക്ക എന്ന് പറയുമ്പോൾ ചുക്കെന്ന് കാറ് വിളിച്ച് ഉള്ള കാര്യത്തിൽ നിന്ന് നൈസായി ഊരാൻ നോക്കുന്നോ? അങ്ങനെ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. അത് നിന്റെ സംസ്കാരത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അടിമയായ മറിയത്തിൽ ഗുദ്യയെ ഭാര്യയായ ഫക്സയെ അങ്ങനെ നബിയെ കുറ്റം പറയാണ്. നബിയുടെ പേര് പറഞ്ഞ് കൈവെട്ടി അത്രയ്ക്കൊന്നും ആരും ചെയ്തിട്ടില്ല. രാമൻ്റെ പേര് പറഞ്ഞു. രണ്ടും ഒരേ ഭീകര ഗണം തന്നെ. പിന്നെ അത് പറഞ്ഞപ്പോൾ പൊള്ളിയില്ലേ? മുഹമ്മദിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ നിലപാടാകുമോ സുഡു? പഹൽഗാമിൽ അപ്പോൾ ആരുടെ പേര് പറഞ്ഞാണ് കൊന്നത്? ശ്രീരാമനെ അറിയാൻ ഒരു യോഗ്യത വേണം. നബിയുടെ പേര് പറഞ്ഞ് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയത്
വേടൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും ഹിന്ദു മുസ്ലിം വൈരം ഇതിൽ വരുത്തിയിരിക്കുകയാണ്. കാലത്തും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ എത്ര യോജിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉള്ളിൽ എന്തെങ്കിലും ഒരു തീ കൊടുത്താൽ അത് ആളിക്കത്തുന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ കാണുന്നത്. അപ്പം വേടൻ വന്നതോടുകൂടി അതിൻ്റെ താഴെയുള്ള നമ്മൾ ഓരോ കമൻറ്റും വായിച്ചു കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം അത് ആളിക്കത്തിയെന്ന്.